ഹായ് മക്കളെ, നമ്മളെ ക്രാഷ് കോഴ്സിന്റെ സ്റ്റഡി മെറ്റീരിയൽ റെഡി ആയിട്ടുണ്ട്. കാണിക്കണം. Yes, ഹായ് yes, yes. അതായത് കഴിഞ്ഞ 2 വർഷത്തെ നമ്മുടെ റിസർച്ചിന്റെ ഫലമായിട്ടുള്ളതാണ് ഈ സ്റ്റഡി മെറ്റീരിയൽ. ആൻഡ് ഈ വർഷത്തെ നീറ്റിന്റെയും കീമിന്റെയും ക്രാഷ് കോഴ്സിലാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അല്ല ജാസ്ക, ഇതിനകത്ത് ഇപ്പൊ എന്താ ഇത്ര പ്രത്യേകത? നല്ല കളർഫുൾ ആണ്, നല്ല ഭംഗിയല്ലേ ഉണ്ട്. ഇത് ഫോട്ടോസ് അല്ലേ കാണാൻ ഭംഗി മാത്രമാണ് നോക്കി. ഇത് സാധാരണ സ്റ്റഡി മെറ്റീരിയൽ അല്ല. ഇതുമ്പോ തന്നെ എഴുതിയത് നോക്ക്, ഇന്ററാക്റ്റീവ് വർക്ക് ബുക്ക് ഫോർ ആക്റ്റീവ് ലേണിംഗ് ആണ്. അതെന്നെ സാധനം. അതെന്നാ സാധനം എന്ന് പറഞ്ഞാല് ഇതിപ്പോ +1 കെമിസ്ട്രി. നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു ചാപ്റ്റർ പറയും. സം ബേസിക് തെർമോഡൈനാമിക്സ് കുറച്ച് വലിയ ചാപ്റ്റർ ആയിക്കോട്ടെ, കിടിലൻ ചാപ്റ്റർ ആയിക്കോട്ടെ. എനിക്ക് ഓർമ്മയില്ല, ലാസ്റ്റ് ആണ് ഇക്വിലിബ്രിയത്തിന് മുമ്പ് 5ാമത്തെ ചാപ്റ്റർ നമ്മൾ 62ാമത്തെ. ഓക്കെ, നമുക്ക് 62ലേക്ക് എടുക്കാം. ഞാൻ കുട്ടികളെ എനിക്ക് പഠിപ്പിച്ചു തരാം. ഓക്കെ, ഐ മീൻ അല്ല, നിങ്ങളല്ലേ പഠിപ്പിച്ചു തരുന്നത്, സിസ്റ്റം പഠിപ്പിച്ചത് എങ്ങനെയുണ്ട് പ്ലേ ചെയ്യും. വീഡിയോ കണ്ടോണ്ടാണ് പഠിക്കേണ്ടത് സാർ. ഓക്കെ, നമ്മൾ റിസർച്ച് തകർക്കുന്നുണ്ട്. എനിക്ക് ചാപ്റ്റർ ഓർമ്മ ഞാൻ ശരിക്കും കുട്ടിയല്ലേ? ഇത് ശരിക്കും കുട്ടിയാണ്. ഞാൻ എങ്ങനെ പഠിക്കുന്നത് പറഞ്ഞു തരാം. ഓക്കെ, ബേസിക് ടേംസ് ഓഫ് തെർമോഡൈനാമിക്സ്. എന്താ സാർ പറയുന്നത് നോക്കാം. അവിടെ കണ്ടില്ല, അവിടെ എന്താണുള്ളത് അത് അതേപോലെ തന്നെ ഇവിടെ നോട്ട് ആയിട്ടുണ്ട്. അതായത് ഈ ക്രാഷ് അല്ലെ നീറ്റ് പോലത്തെ സമയത്തൊക്കെ ഒരുപാട് കുട്ടികൾ കുറെ സമയം ചെലവഴിക്കാൻ നോട്ട് എഴുതാനാ. അത് കൃത്യമായിട്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ തന്നിട്ടുണ്ടോ. സിസ്റ്റം എന്താ, സറൗണ്ടിങ് എന്താ, സിസ്റ്റം സറൗണ്ടിങ് കംപ്ലീറ്റ് നോട്ട് കൃത്യമായിട്ട്. അല്ല, പക്ഷെ ഈ നോട്ടൊക്കെ എല്ലാരും കൊടുക്കുന്നതല്ലേ? എല്ലാ സ്ഥലത്തും മെറ്റീരിയൽ പ്രിന്റഡ് ഇങ്ങനെ കിട്ടൂലേ? അവിടെയാണ് ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരാൻ പോകുന്നത്. നമ്മളെ ആക്റ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. ചുമ്മാ ഒരു സൈഡിൽ നിന്ന് നോട്ട് ചെയ്താൽ ഈ ടൈപ്സ് ഓഫ് സിസ്റ്റം എത്തട്ടെ. അപ്പൊ ഞാൻ കാണിച്ചു തരാം. അടിച്ചുവിടാം സാർ, അടിച്ചുവിടാം സാർ. ഓക്കെ, ഈ ടൈപ്പ് ഓഫ് സിസ്റ്റം എത്തുമ്പോൾ നിനക്ക് കാണാൻ പറ്റുന്നില്ലേ, ക്ലോസ്ഡ് സിസ്റ്റം, എ സിസ്റ്റം വിച്ച് ക്യാൻ എക്സ്ചേഞ്ച് ഓൺലി എനർജി വിത്ത് സറൗണ്ടിങ്. അതിന്റെ പേരെന്താ, ക്ലോസ്ഡ് സിസ്റ്റം. അതെന്ത് ചെയ്യണം, അവരിവിടെ ഫില്ല് ചെയ്യണം. ചുമ്മാ അതിന്റെ നോട്ട് തന്നിട്ടില്ല. അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ മൊത്തം എന്താണ്, അത് ഫില്ല് ചെയ്ത് അതായത് ക്ലാസ് കാണാം. സിമ്പിൾ ആയിട്ടുള്ള നോട്ടൊക്കെ നോട്ടായി തന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് അവർ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ അവർ ഫില്ല് ചെയ്താ പോവാം. അതിപ്പോ ഫിസിക്സിലാണെങ്കിൽ ചിലപ്പം ചില ഇക്വേഷൻസ് ആയിരിക്കും, അതേപോലെ തന്നെ ചില ഫോർമുലകളായിരിക്കും, അങ്ങനത്തെ ചില വാല്യൂസ് ആയിരിക്കും. അതൊക്കെ എന്താണ് അവർ ഫില്ല് ചെയ്ത് പോകണം. ഇനി ഇൻ കേസ് ഈ ക്ലാസ് പറഞ്ഞതിന് കൂടാതെ ഇതിലില്ലാതെ വേറെ എന്തെങ്കിലും നോട്ട് അവർക്ക് എഴുതണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി കിഡിലൻ മെറ്റീരിയൽ ആണ്. ലൈക്ക് ഇപ്പൊ ഒരു ടോപ്പിക് തീർന്നു, ആ ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പിക്കാൻ വേണ്ടി എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യേണ്ടി വരില്ല ജാസ്ക, എന്നാലും മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഈ ടോപ്പിക് കഴിഞ്ഞു. ഈ ടോപ്പിക് കഴിഞ്ഞതിന് ശേഷം ക്ലാസ്സിൽ എന്തെങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻസ് റിഷാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. ആ സെയിം ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട് എന്ന് മാത്രമല്ല, അവരെ ക്വസ്റ്റ്യൻസ് ഒന്നും എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. അത് ഫില്ല് ചെയ്യാണ്ട് ആൻസർ എങ്ങനെയാണ് കിട്ടുന്നത് സ്റ്റെപ്പുകൾ മാത്രം ഇവിടെ ഫില്ല് ചെയ്താൽ മതി. ഇൻ കേസ് ഇവിടെ സ്ഥലം ഇല്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, അതായത് സാറ് ഡിസ്കസ് ചെയ്യുന്ന ഏത് ക്വസ്റ്റ്യനും നമുക്ക് ഇതിനകത്ത് ഓൾറെഡി ഇങ്ങനെ തന്നിട്ടുണ്ട്. അതിനുള്ള ഏരിയകളും അത് ഇതിനകത്ത് ചെയ്ത് പഠിക്കാനുള്ള സ്പേസ് കൂടെ തന്നിട്ടുണ്ട്. ഇപ്പൊ അത് ഇതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ ഒരു ടോപ്പിക് പഠിച്ചു, എനിക്ക് അവിടെ നിന്ന് ഒരുപാട് അതായത് ഇപ്പൊ ശരിക്ക് ഒരു ചാപ്റ്റർ ഒരു 30-40 ക്വസ്റ്റ്യൻ ആണ് നീറ്റിന് വരാനുള്ള സാധ്യത. അപ്പൊ ആ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനും റിഷാദ് സാർ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞ ശേഷം ഇവരെന്ത് ആ ചാപ്റ്റർ പഠിച്ചു കഴിയും. ഇങ്ങനെ വീഡിയോസ് കണ്ട് ഇന്ററാക്റ്റീവ് നോട്ട് എഴുതി ക്വസ്റ്റ്യൻസ് ഫില്ല് ചെയ്ത് എല്ലാ ക്വസ്റ്റ്യൻസ് ആൻസർ എഴുതി ചാപ്റ്റർ പഠിച്ചു തരും. അതിനുശേഷം എന്തുണ്ടാവും, അവർക്ക് ആപ്പില് ഈ ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യത എല്ലാ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതും എങ്ങനെ, നമ്മളെ അഡാപ്റ്റ് മോഡല്. ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ അവർക്ക് കൊടുത്തിട്ട് അവരത് ശരിയാക്കിയാൽ മാത്രമേ അടുത്ത ടൈപ്പിലേക്ക് അവർ പോവുള്ളൂ. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ഇതൊരു ഇന്ററാക്റ്റീവായിട്ട് ആക്റ്റീവായിട്ട് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും. ആൻഡ് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ദിസ് ഇസ് ദ ഫ്യൂച്ചർ ഓഫ് ലേണിംഗ്. അപ്പൊ മക്കളെ, നമ്മുടെ ക്രാഷ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മാർച്ച് 27-ാം തീയതിയാണ്. ആൻഡ് ഈ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾ ജോയിൻ ചെയ്ത് നമുക്കൊരു 5 ദിവസമെങ്കിലും സമയം വേണം നിങ്ങളെ വീട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി. സോ എന്ത് ചെയ്യാം, 27-ാം തീയതി സ്റ്റഡി മെറ്റീരിയലോട് കൂടി തന്നെ പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ നിങ്ങൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. കാരണം സ്റ്റഡി മെറ്റീരിയലിന് ഒരു 5 ദിവസം ഞങ്ങൾക്ക് എന്തായാലും വേണം കേട്ടോ, അയച്ചു കൊടുക്കാൻ അല്ലേ. നമ്മളെ എക്സാമിനെ പറ്റി, ഓഫ്ലൈൻ എക്സാം മോസ്റ്റ് ഇമ്പോർട്ടന്റ്, എഡ്യൂപോർട്ടിന്റെ സ്പെഷ്യാലിറ്റി. യെസ്, നേരത്തെ ജോയിൻ ചെയ്യാൻ മറ്റൊരു റീസൺ കൂടെ ഉണ്ട് കേട്ടോ. അതായത് നിങ്ങൾക്ക് തിങ്കൾ മുതൽ ശനി വരെ നമ്മൾ ക്ലാസ്സസ് നിങ്ങൾ ഇതുപോലെ എന്താ പറയുക സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിച്ച് പഠിച്ചിട്ട് ഞായറാഴ്ചകളിൽ നിങ്ങൾക്ക് നടത്താൻ പോകുന്ന എക്സാമുകൾ ഓഫ്ലൈൻ ആണ്. ആൻഡ് കേരളത്തിലെ 14 ജില്ലകളിലായിട്ട് 75 സെന്ററുകളായിട്ടാണ് നമ്മളുടെ ഓഫ്ലൈൻ എക്സാംസ് നടത്താൻ പോകുന്നത്. എങ്ങനെയാണോ നിങ്ങൾ നീറ്റിന് എക്സാം എഴുതാൻ പോകുന്നത് അതേ സിസ്റ്റത്തിൽ അതേപോലെയാണ് നിങ്ങൾ എക്സാംസ് ചെയ്യാൻ പോകുന്നത്. കേരളത്തില് 75 സെന്റേഴ്സ് ആണ് നമ്മൾ. ഈ സെന്ററുകളിലെ സീറ്റുകൾ നിങ്ങൾ ഉറപ്പിക്കാൻ എന്ത് ചെയ്യണം, എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യണം. കാരണം നിങ്ങളെ അടുത്തുള്ള സെന്റർ ഫില്ലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊട്ടടുത്ത സെന്ററിലേക്ക് പോകാനേ വഴിയുള്ളൂ.
അപ്പൊ മക്കളെ നീറ്റ് ക്രാഷ് കോഴ്സ് ഇനി കളി മാറും, ഇനി പഴയ പോലെയല്ല, വേറെ ലെവൽ മെറ്റീരിയൽ ഓഫ്ലൈൻ എക്സാം സെന്റർ. യെസ്. പിന്നെ എഡ്യൂപോർട്ടിന് കിടലും ഫാക്കൽറ്റീസും അതും കൂടെ can beat them. അപ്പൊ എന്ത് ചെയ്യാം, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാനായിട്ട് താഴെ കാണുന്ന ലിങ്ക്